ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഷിക്കാഗോ ട്രിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ താമസിക്കുന്നത് സിൻസിനാറ്റി മെയ്സൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്ന് ഏകദേശം 306 മൈൽസ്, ഏകദേശം ഒരു 500 കിലോമീറ്റർ ദൂരമുണ്ട് ഷിക്കാഗോയിലേക്ക്. ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് പോയത്. ഏകദേശം ഒരു 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പോകുന്ന വഴിയിൽ നല്ല രസകരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചു. കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു പാടം തന്നെ ഉണ്ടായിരുന്നു. അത് ഗംഭീര കാഴ്ചയായിരുന്നു. അതൊക്കെ കണ്ടാണ് ഞങ്ങൾ ഷിക്കാഗോയിലേക്ക് എത്തുന്നത്. ഷിക്കാഗോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര തിരക്ക് കൂടിയ ഒരു സിറ്റിയാണ്. ന്യൂയോർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലും തിരക്കും വലിയ വലിയ ബിൽഡിങ്സൊക്കെ ഉള്ള ഒരു സിറ്റി തന്നെയാണ് ഷിക്കാഗോ. ന്യൂയോർക്കിൽ തന്നെ രണ്ട് ബിൽഡിങ്ങിന് ശേഷം, അതായത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററും സെൻട്രൽ പാർക്ക് ബിൽഡിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഉള്ളത് ഷിക്കാഗോയിലെ വില്ലിസ് ടവറാണ്. അങ്ങനെ ആർക്കിടെക്ചർ വൈസ് കുറേ വലിയ വലിയ ബിൽഡിങ്സ് ഉള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ഡൗൺ ടൗൺ ഉദ്ദേശിച്ചാണ് പോയത് ഷിക്കാഗോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഈ ഡൗൺ ടൗൺ ഭയങ്കര തിരക്കായതുകൊണ്ട് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യം ഭയങ്കര കുറവാണ്. അങ്ങനെ ഞങ്ങൾ പെയ്ഡ് പാർക്കിംഗ് തപ്പിപ്പോയി. അങ്ങനെ തപ്പി കിട്ടിയത് മില്ലേനിയം പാർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു പാർക്കുണ്ട് ഡൗൺ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ. അതിൻ്റെ അടിയിലുള്ളൊരു പാർക്കിംഗ് സ്ലോട്ടിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ മില്ലേനിയം പാർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന സമയം വേറെയായിരുന്നു. എന്നാലും സ്റ്റിൽ ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഫേമസ് ക്ലൗഡ് ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്കൾപ്ചർ ഉണ്ട്. അതൊരു ഇന്ത്യക്കാരനാണ് ഉണ്ടാക്കിയത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു സ്കൾപ്ചറാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം പോയി. ദ ബീൻ എന്നൊക്കെയാണ് അവൻ്റെ നിക് നെയിമായിട്ട് പറയുന്നത്. അതൊക്കെ കണ്ട് അതിനുശേഷം ഞങ്ങൾ ഈ ബോട്ടിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടിങ് നവി പിയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലം. അവിടേക്ക് ഞങ്ങൾ പിന്നെ ലക്ഷ്യമിട്ട് പോയത്. ഞങ്ങൾ ട്രാവൽ ചെയ്തൊക്കെ എല്ലാം ഊബർ വെച്ചിട്ടാണ് ട്രാവൽ ചെയ്തത്. പിന്നെ കാർ എടുത്തില്ല, കാറ് പാർക്കിങ്ങിലിട്ടു. അങ്ങനെ എല്ലാ സ്ഥലത്തും പാർക്കിംഗ് ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ നവി പിയറിൽ അവിടെ എത്തി ബോട്ടിങ് എടുത്തു. ബോട്ടിങ് ഒരു 1.5 മണിക്കൂർ ബോട്ടിംഗ് ഉണ്ട്. അത് റിവർ ബോട്ടിംഗ് ആണ്. നല്ല രസമാണ്. സിറ്റിയുടെ നടുവിൽ കൂടെ അവർ റിവർ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഫേമസ് ബിൽഡിങ്സ്, ട്രംപ് ടവർ, പിന്നെ പല പല ഗോത്തിക് ഷേപ്പുള്ള ബിൽഡിങ്സും പെൻസിലിൻ്റെ ഷേപ്പിലുള്ള ബിൽഡിങ്സും, പിന്നെ പണ്ടത്തെ ഒബാമയൊക്കെ വർക്കൗട്ട് ചെയ്ത ജിമ്മും, അങ്ങനെ പല പല. പിന്നെ ഷിക്കാഗോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1870കളിൽ ഒരു വലിയൊരു ഫയർ നടന്നുണ്ട്. സിറ്റി ഫുള്ള് കത്തി നശിച്ചതാണ്. എന്നിട്ട് റീക്രിയേറ്റ് ചെയ്തതാണ് ഈ സിറ്റി. അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ പറയുന്ന കുറേ ബിൽഡിങ്സും മെട്രോ ട്രെയിൻസും, നല്ല രസമാണ്. ഓരോ പാലങ്ങൾ, ഈ റിവറിൻ്റെ ക്രോസ് ചെയ്തിട്ടുള്ള പാലവും നല്ല വ്യൂ ആണ്. ശരിക്കും പിന്നെ വെനീസിലെ പോലെ തന്നെയാണെന്ന് പറയണേ. വെനീസ് ഈ ബോട്ടിങ്, അങ്ങനെ ആ ബോട്ട് യാത്ര ചെയ്തു. അവിടുത്തെ സിറ്റിയിലെ എല്ലാ ആർക്കിടെക്ചർ കാര്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നല്ല രസകരമായ ഒരു ബോട്ടിംഗ് യാത്രയായിരുന്നു. 1.5 മണിക്കൂറായിരുന്നു ആ ബോട്ടിംഗ് യാത്ര. ആ ബോട്ടിംഗ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നവി പിയർ എന്ന സ്ഥലത്ത് തന്നെ എത്തി. അവിടെ ഒരു ഉത്സവ മോഡാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ വലിയൊരു ജൈൻറ്റ് വീലുണ്ട്, പെർമനൻ്റ് ആണ്. നമ്മുടെ സിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു വലിയൊരു ജൈൻറ്റ് വീലുണ്ട്. ഞങ്ങളത് എന്തായാലും കാണണം എന്ന് ആഗ്രഹമായിട്ടാണ് അവിടെ നിന്നത്. ആദ്യം ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി, ടിക്കറ്റ് കിട്ടണ്ടായില്ല. പിന്നെ ഞങ്ങൾ അവിടെ ക്യൂ നിന്ന് ആ ടിക്കറ്റ് എടുത്തു. ഏകദേശം $20 ആയി ഒരു ടിക്കറ്റിന്. ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തു. നല്ല രസമായിരുന്നു. ഞങ്ങൾ കയറുമ്പോഴത്തേക്ക് രാത്രിയായിട്ടുണ്ടായിരുന്നു. രാത്രിയാവാൻ നേരെ വേഗമുണ്ട്. എന്നാലും അവിടെ 7:30 ആയപ്പോഴത്തേക്കും രാത്രിയായി. ഞങ്ങളത് ജോയിൻറ്റ് വീലിൽ കയറി ആ രാത്രി ആ സ്കൈലൈൻ വ്യൂ ഒക്കെ ഞങ്ങൾ ആസ്വദിച്ചു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അന്ന് മൊത്തത്തിൽ ഹോളിഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നല്ല ബ്ലോക്കൊക്കെ കിട്ടി. ഞങ്ങൾ ടൈം എടുത്താണ് പിന്നെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഷേക്ക് ഷാക്ക് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസത്തെ വൈൻഡപ്പ് ചെയ്തു. അന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ദിവസം. അങ്ങനെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെയാണെന്ന് അറിയില്ല, സിറ്റി ഫുള്ള് ബ്ലോക്കായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് 10 മണിയുടെ ഒരു അക്വേറിയം ഷോ ആണ് ഞങ്ങൾ ബുക്ക് തരുന്നത്. എല്ലാത്തിനും നമ്മൾ സ്ലോട്ട് എടുത്ത് വയ്ക്കണം. സിറ്റി പാസ് ഉണ്ട് ഇതിനെല്ലാത്തിനും. ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി, 5 ഐറ്റത്തിൽ കയറാൻ പറ്റും. ഇൻഡിവിജ്വലി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ കാശ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഞങ്ങൾ ബൾക്ക് ടിക്കറ്റായിട്ട് സിറ്റി പാസ്സായിട്ട് എടുക്കാം, 5 ഐറ്റത്തിൽ കയറാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഐറ്റമായിരുന്നു ബോട്ടിങ്. അതിൽ പെട്ടതായിരുന്നു. പിന്നെ അക്വേറിയം നമ്മൾ എടുത്തു. അക്വേറിയത്തിൻ്റെ 10 മണിയുടെ സ്ലോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇതിന് സ്ലോട്ട് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സിറ്റി പാസിൽ നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കണം. അങ്ങനെ ഞങ്ങൾ അക്വേറിയം കാണാൻ കയറി. അക്വേറിയം നോർമലി ഞങ്ങൾ സിൻസിനാറ്റിയിലത്തെ അക്വേറിയം കണ്ടിരുന്നു. അതിലേപോലെ തന്നെ കുറേ മീനുകളും കാര്യങ്ങളും, ഒക്ടോപ്പസ്, അങ്ങനെ കുറേ നല്ല എക്സ്പീരിയൻസ്, ഷാർക്കിൻ്റെ ടാങ്ക് അങ്ങനത്തെ ഒക്കെ കണ്ടു. കോറൽസ് അതൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഡോൾഫിൻ ഷോ ആയിരുന്നു.
ഡോൾഫിൻ ഷോസ് സൂപ്പറായിരുന്നു, അടിപൊളി, നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ 4D സിനിമ അത് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 2 സിനിമ കാണാമായിരുന്നു. 15 മിനിറ്റിൻ്റെ 2 മൂവീസ്. ഡോക്യുമെൻ്ററിയാണ്, 4D എക്സ്പീരിയൻസ് ആണ്. ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നതിൻ്റെ മിഷിഗൻ ലേക്കിൻ്റെ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഒരു വ്യൂ ആയിരുന്നു. ഇതൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയത് പ്ലാനറ്റോറിയത്തിലേക്കാണ്. പ്ലാനറ്റോറിയത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് അവിടുത്തെ കുറച്ച് ഷോസ് ഉണ്ട്, സ്കൈ ഷോസ് ഉണ്ട്. അതൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്യേണ്ടി വരാം. ലാസ്റ്റ് ഷോ 3:30 ആയിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായില്ല. സിറ്റി പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിരുന്നു. അതുകൊണ്ട് സ്കൈ ഷോസ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ അവിടുത്തെ പ്ലാനറ്റോറിയത്തിലെ പല ഇൻസ്റ്റാളേഷൻസും പല ഇൻഫോർമേഷൻസും അവരുടെ രസകരമായ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ആസ്വദിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്ലാനറ്റോറിയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലേക്കിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ബീച്ചുണ്ട്, നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ പ്ലാനറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ബീച്ചിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ കാറ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. ഈ പ്ലാനറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് സ്കൈലൈൻ വ്യൂ നമുക്ക് ഷിക്കാഗോയുടെ കാണാൻ സാധിക്കും. അടിപൊളിയാണ്, നല്ല രസമുള്ള സ്കൈലൈൻ വ്യൂ ആണ്. അതും ഞങ്ങൾ കുറേ നേരം ആസ്വദിച്ച ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് ഡൗൺ ടൗണിലേക്ക് ഈ സിറ്റി വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയത്. അവിടെ ഞങ്ങൾ ആദ്യം പോയത് അവിടുത്തെ ഒരു ഫേമസ് ബേക്കറി ഉണ്ട്, മഗ്നോളിയ എന്ന് പറയുന്ന ഒരു ബേക്കറി. അവിടുത്തെ ബനാന പുഡിംഗ് ഭയങ്കര ഫേമസാണ്. ഞങ്ങൾ ആദ്യം അതാണ് ട്രൈ ചെയ്യാൻ പോയത്. ന്യൂയോർക്കിൽ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഷിക്കാഗോന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ കൊതി വന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അത് ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്ട്രീറ്റിൽ കൂടെ കുറച്ച് നേരം നടന്നു. പിന്നെ ഞങ്ങൾ സോവറിൻ ഷോപ്സിൽ കയറി അവിടെ നിന്ന് കുറച്ച് സോവറിൻ മേടിച്ചു, ഓർമ്മയ്ക്കായിട്ട് കുറച്ച് സോവറിൻ മേടിച്ചു. പിന്നെയും ഞങ്ങൾ കുറേ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് കുറച്ച് അധികം ഞങ്ങൾ നടന്നു. എന്നിട്ട് റിവർ വാക്ക് ഉണ്ട്, നേരത്തെ നമ്മൾ ബോട്ടിങ്ങിന് പോയ റിവറിൻ്റെ സൈഡിലൊരു വാക്ക് വേ ഉണ്ട്, അവിടേക്ക് പോയി അങ്ങനെ പതുക്കെ കുറച്ച് നേരം നടന്ന് കുറേ ഇൻസ്റ്റലേഷൻസും കുറേ സ്റ്റാച്യൂസും പിന്നെ ട്രം ടവർ അതൊക്കെ കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത്. ട്രം ടവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബുർജ് ഖലീഫയുടെ ആർക്കിടെക്റ്റാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബുർജ് ഖലീഫയുടെ ജസ്റ്റ് പകുതി സൈസേ ഉള്ളൂ, പക്ഷേ ഏകദേശം സിമിലർ ഷേപ്പിലാണ് ഈ ട്രം ടവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ട്രംപിൻ്റെ ഇൻ്റർനാഷണൽ ഹോട്ടലാണ്. സ്ട്രീറ്റിൽ കൂടെയുള്ള കുറേ ഫോട്ടോഗ്രാഫിയൊക്കെ നടത്തി ഞങ്ങൾ തിരിച്ച് നടന്നു. മില്ലേനിയം പാർക്കിൻ്റെ തന്നെ ഒരു വലിയൊരു ഏരിയ ഉണ്ട്, കുറേ സ്തൂപങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഏരിയ, മില്ലേനിയം മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം ഫോട്ടോസ് എടുത്തു. അതിൻ്റെ ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ സിറ്റി വ്യൂ ഉണ്ട്, നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഫൗണ്ടനും ഈ സ്തൂപങ്ങളുടെ ഒരു ഏരിയ വെച്ച് അതിന് മില്ലേനിയം മോണ്യുമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് അങ്ങനെ നീങ്ങി. പിന്നെ അവിടുത്തെ ഒരു ആംഫി തിയേറ്റർ അടിപൊളി സംഭവമാണ്, ഭയങ്കര പ്രത്യേക ഷേപ്പാണ്. അതിനൊരു കിടാൻ ഒരു പവലിയനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചില്ല, ടൈം കഴിഞ്ഞിരുന്നു. രാത്രി ഏകദേശം ഒരു 10 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഫൗണ്ടൻ ഏരിയ ഒക്കെ ഉണ്ട്. കുട്ടികളുടെ ഫൗണ്ടൻ കാണാൻ നല്ല രസമാണ്. 2 സൈഡിൽ നിന്നും നല്ലൊരു ഡിസ്പ്ലേ വെച്ചിട്ട് അതിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. പിന്നെ ആ വെള്ളം ഇങ്ങനെ ഗ്ലാസ് പോലെ നമുക്ക് കാണാം. കുട്ടികൾ ആ വെള്ളത്തിലൂടെ ഓടുകയും ഫൗണ്ടൻ്റെ വെള്ളം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയാണ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഡൗൺ ടൗണിലൂടെ സ്ട്രീറ്റിൽ കൂടെ കുറേ നേരം നടന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ സ്റ്റാച്യൂസ്, ഒരു ആർട്ട് ഗാലറി ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ നടന്നു. അങ്ങനെ വലിയൊരു പാലം അതൊക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു വലിയൊരു ഫൗണ്ടൻ്റെ അടുത്തേക്ക് പോയി. ഭയങ്കര കളർഫുൾ ഫൗണ്ടനാണ്. ക്ലാരൻസ് എഫ് ബക്കിൻഹാം മെമ്മോറിയൽ ഫൗണ്ടൻ എന്നാണ് ആ ഫൗണ്ടൻ പറയുന്നത്. അത് നല്ല വലിപ്പമുണ്ട്. അത് ബാക്കിലാണെങ്കിൽ മിഷിഗൻ ലേക്കാണ്. മിഷിഗൻ ലേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ലോകത്തിൽ തന്നെ ഫ്രഷ് വാട്ടർ വെള്ളം 20% ആ ലേക്കിലാണ്. അപ്പോൾ ഫ്രഷ് വാട്ടർ ലേക്കാണത്. അത് ഏകദേശം ലോകത്തിലെ 20%. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആ ലേക്കിൻ്റെ വലിപ്പം എത്രയായിരിക്കുന്നത്. അപ്പോൾ ആ ലേക്കാണ് ബാക്കിൽ. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഫൗണ്ടൻ, നല്ല ഭംഗിയുള്ള ഫൗണ്ടൻ, കളർഫുൾ ഫൗണ്ടൻ, പല ഷേപ്സിലുമൊക്കെ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട്. അതൊക്കെ ആസ്വദിച്ചു രാത്രി. അത് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ 2ാമത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തത്.
ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സ്ട്രീറ്റ് ആണ് നന്നായിട്ട് ആസ്വദിച്ച് കുറേ രസകരമായ കാഴ്ചകളും പഴയ കൺസ്ട്രക്ഷൻസും ആർക്കിടെക്ചേഴ്സും ഒക്കെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ചത് അപ്പോഴാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ദിവസം നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. രാവിലെ തന്നെ ഞങ്ങൾ 9 മണിക്ക് സ്കൈ ഡെക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടഫായിരുന്നു ബുക്കിംഗ് സ്ലോട്ട്സൊക്കെ കിട്ടാനൊക്കെ. അതുകൊണ്ട് രാവിലത്തെ 9 മണിയുടെ സ്ലോട്ടാണ് കിട്ടിയത്. ഈ സ്കൈ ഡെക്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെല്ലീസ് ടവർ, ഏറ്റവും വലിയ ടവർ ചിക്കാഗോയിലെ, US തന്നെ 3-ാം സ്ഥാനമുള്ള ടവറാണ്. അത്രയ്ക്ക് പൊക്കത്താണ്, 103 നിലയുടെ മുകളിലാണ് ഈ സ്കൈ ഡെക്ക് സ്ഥിതി ചെയ്യുന്നത്. സ്കൈ ഡെക്കിൻ്റെ അവിടേക്ക് പോയി അവിടെ രാവിലെ സ്കൈ ഡെക്കിൻ്റെ മുകളിലെത്തി. സ്കൈ ഡെക്ക് എന്ന് പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അതിൻ്റെ ഗ്ലാസിൻ്റെ ഒരു റൂം തന്നെ പുറത്തേക്ക് തള്ളിയാണ് ഇരിക്കുന്നത്. നമുക്കതിൻ്റെ മുകളിലിരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഉള്ളിലൊരു ആന്തലാണ്. 5 ക്യാബിൻസോളം ഉണ്ടായിരുന്നു പുറത്തേക്ക് തള്ളി. 103-ാമത്തെ നിലയിലാണ് ആ സ്കൈ ഡെക്ക്. അത്രയ്ക്ക് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ കുറേ നേരം ഞങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം ലഗേജൊക്കെ ആയിട്ട് കാറായിട്ട് ഞങ്ങൾ ആദ്യം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച്. ബീച്ചിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾക്കൊരു വേറൊരു സ്ലോട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു, 360 ചിക്കാഗോ എന്ന് പറയുന്നത്. അതും ഇതേപോലത്തെ സ്കൈ ഡെക്ക് വ്യൂ തന്നെയാണ്, പക്ഷേ അതിന് വേറൊരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. അതിൽ എക്സ്ട്രാ ഒരു $10 കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ടിൽറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. ടിൽറ്റ് എന്ന് പറയുന്നത് ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഒരു ഗ്ലാസ്സിന് 2 കൈ അതിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ആ ഗ്ലാസ്സിൽ ടിൽറ്റ് ചെയ്ത് താഴത്തേക്ക് ടിൽറ്റ് ചെയ്യും. എന്നിട്ട് താഴത്തേക്ക് നമുക്ക് നോക്കാൻ സാധിക്കും. അയ്യോ, അത് ഗംഭീര എക്സ്പീരിയൻസ്. അതും ഇതേപോലെ 100 നില മേളിലാണ് സംഭവം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതും എക്സ്പീരിയൻസ് ചെയ്ത ശേഷം ഞങ്ങൾ ഉച്ചലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ട്രീറ്റിൽ കൂടെ കുറേ ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് സ്ട്രീറ്റിൽ കൂടെ നടന്ന് സബ്വേ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെയും നല്ല രസകരമായ ആർക്കിടെക്ചേഴ്സ് നമുക്ക് ചുറ്റും കാണാൻ സാധിച്ചു. അതൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്തും പല കാഴ്ചകളും നമ്മൾ നേരത്തെ പറഞ്ഞ വിൻഡ് മിൽസൊക്കെ ഞങ്ങൾ കണ്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തി. രാത്രി 11 മണി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ. എന്തായാലും ഷിക്കാഗോ ഞങ്ങൾ ആസ്വദിച്ചു, അടിപൊളിയായിരുന്നു. ടൗൺ ഏരിയയാണ് ഞങ്ങൾ കൂടുതൽ ആസ്വദിച്ചത്. ന്യൂയോർക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ക്രൗഡഡാണ് ഷിക്കാഗോ. ഫുൾ ടൈം ബ്ലോക്കും ആൾക്കാരൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ രാത്രി രസകരമാണ് കാണാനും. ഞങ്ങൾ നന്നായിട്ട് രാത്രി ആസ്വദിച്ചു. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര വിൻഡി സിറ്റിയാണ്. അറിയപ്പെടുന്ന തന്നെ വിൻഡി സിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. ഭയങ്കര കാറ്റാണ്, 13 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ. നല്ല തണുപ്പാണ്, നമ്മുടെ മൂന്നാറിനേക്കാളും തണുപ്പൊക്കെയാണ് അവിടെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷിക്കാഗോയുടെ 3 days ഐറ്റിനറി. ഞാനിതിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസും ഇറക്കാനുള്ള പ്ലാനുണ്ട്. ഇനി 360 വീഡിയോസും ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.